ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ആലോചിക്കുന്നത്. നമ്മുടെ ഈദ് ലീവിന് ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചേട്ടൻ വെള്ളിയാഴ്ച വന്നു, ശനിയാഴ്ച ഒരു പക്ഷേ ലീവ് തന്നേക്കാം എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലീവില്ല, ശനിയാഴ്ച വർക്കിംഗ് ആയതുകൊണ്ട് രാവിലെ പോവാണ്. ചേട്ടൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്, ബാങ്കിൽ. അങ്ങോട്ട് പോകുമ്പോൾ ചേട്ടൻ ഡ്രൈവ് ചെയ്യും, പിന്നെ ചേട്ടന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും കേട്ടോ. അപ്പം സാധാരണ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇൻ കേസ് ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ ബസ്സിന് പോകണമല്ലോ, അപ്പം ബസ് സ്റ്റോപ്പിലോട്ടാക്കാനായിട്ട് അവിടെ മിസ് ചെയ്യും. പക്ഷേ ഇത്തവണ നേരത്തെ പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ ആക്കിയിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള വീഡിയോ എടുക്കുന്നത് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷമുള്ളതാണ്. ഇത് നമ്മളെ ഫിഞ്ചസിൻ്റെ കൂടാണ്. ആക്ച്വലി ഇത് ലവ് ബേർഡ്സിന് വേണ്ടി ചെയ്ത കൂടാണ് കേട്ടോ. അതാണ് ഇതിനകത്ത് നിറയെ മൺചട്ടിയൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ നോക്കിയപ്പോൾ ലവ് ബേർഡ്സിന് ഭയങ്കര ഒച്ചയാണെന്ന്, ഭയങ്കരമായിട്ട് അവർ ബഹളം വയ്ക്കും. എന്തെങ്കിലും കണ്ടാലും അല്ലെങ്കിൽ നമ്മളെ തന്നെ അടുത്തൂടെ പോയാലും ഭയങ്കര ബഹളമാണ്. പിന്നെ തീന അവർക്ക് നന്നായിട്ട് വേണം, ഫുഡ് നന്നായിട്ട് വേണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അക്വേറിയത്തിൽ ചോദിച്ചപ്പോൾ, ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് മീനൊക്കെ വാങ്ങുന്ന അക്വേറിയം ഉണ്ട് കേട്ടോ. അപ്പം നല്ല പരിചയമുള്ളതാണ്. ഇപ്പം മിക്കിയുടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ, നമ്മുടെ പൂച്ചയിലെ മിക്കിയുടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഫിഞ്ചസും നമ്മളെ ഈ ലവ് ബേർഡ്സും സെയിം റേറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഫുഡ് മറ്റേ ലവ് ബേർഡ്സിനാണ് കുറച്ചുകൂടെ കൂടുതൽ വേണ്ടത്. പിന്നെ അവർ കുറച്ച് ഈ അക്രമവും കൂടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഫിഞ്ചസിലേക്ക് മാറാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇവർക്കിപ്പം വലിയൊരു ബ്രാഞ്ചാണ് അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അവർക്ക് നേരെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുഞ്ഞു കമ്പും കൂടെ ഒടിച്ച് നേരെ വെച്ചു കൊടുക്കാമെന്ന് എഴുതി. അതിനുശേഷം പിന്നെ പ്രാവിന് ഫുഡ് കൊടുക്കാനായിട്ടിരുന്നു കേട്ടോ. സാധാരണ ഇത് നീഹക്കുട്ടനാണ് ചെയ്യുന്നത്. ഇന്നിപ്പം എൻ്റെ ഡ്യൂട്ടിയായി. കുഞ്ഞുങ്ങളെ കൊണ്ട് ഇപ്പം നമ്മളതിൽ പെറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യിക്കുന്ന ഭയങ്കര നല്ലതാണ്. കാരണം എനിക്ക് ആദ്യമേ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ട് ചെയ്യിക്കണം എന്ന്. പക്ഷെ ഇപ്പം അതിൻ്റെ എന്തെല്ലോ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി തുടങ്ങി. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളിങ്ങനെ ഇതുപോലെ ഭയങ്കരമായി നമ്മൾ സിനിമയിലൊക്കെ പറയുമ്പോൾ എമ്പതിയും സിമ്പതിയൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ കുഞ്ഞു കൂട്ടിനകത്തുള്ള ആരെന്നറിയോ കണ്ടോ, ഒന്ന് നോക്കുന്നുണ്ടോ? എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അവരിയ്ക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയ പാർട്ടിക്കാരെ കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇവളുടെ കണ്ണിന് എപ്പോഴും ഇൻഫെക്ഷൻ വന്നിരിക്കും കേട്ടോ. എത്ര തുടച്ചാലും ഇതിങ്ങനെ വൈറ്റ് കളർ ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്നുവെച്ചാൽ വൈറ്റ് കളർ ക്യാറ്റ് ഇങ്ങനെ വെളിയിൽ പോകുമ്പോൾ പൊടിയൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുന്നതാണോ എന്നറിയില്ല. പിന്നെ അവിടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള അടി വേറൊരു സെക്ഷൻ നടക്കുന്നുണ്ട്. അതൊരു കുഞ്ഞു പ്രാവും അതിൻ്റെ അമ്മപ്രാവുമാണ്. ഈ പ്രാവിനെ വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുഞ്ഞായിട്ട് കിട്ടിയതാണ് കേട്ടോ. ആക്ച്വലി ഇത് ബുക്ക് ചെയ്ത സമയത്ത് അവർ ഫ്രീ കപ്പിളായിരുന്നു. ബുക്ക് ചെയ്ത് വാങ്ങി കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അവർ ബുക്ക് ചെയ്തതിന് ശേഷം അവർ മുട്ടയിട്ടു, കുഞ്ഞ് വിരിഞ്ഞു. ഒരുപാട് ലേറ്റായപ്പോൾ ഇങ്ങനത്തെ കൂടിട്ടാത്തി താമസിച്ചു. അതിനുശേഷം ഞാൻ അകത്ത് വന്ന് മുട്ട രാവിലെയും വൈകുന്നേരം തിരിച്ചു വെക്കണം. അങ്ങനെ വന്നു ടക്കെന്നൊരു സൗണ്ട് കേൾക്കും. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. ഇതിനകത്ത് 2 പ്രാവിൻ്റെ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അക്വേറിയം ഇല്ലേ, അവിടെ പ്രാവും ഉണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും അക്വേറിയത്തിൽ പ്രാവും കാണുമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ മുട്ട ഇടുന്നതിനൊന്നും ഈ വാങ്ങുന്ന ചില ആൾക്കാർ കൊണ്ടുപോവില്ല. അല്ലെങ്കിൽ തന്നെ മുട്ട വെച്ച് ഇങ്ങനെ അതിന് നോക്കാനുള്ള ഒരു സമയം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് ആ മുട്ട മിക്കവാറും ഇതുപോലെ ആൾക്കാർ എടുത്ത് കൊടുക്കുകയോ കളയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യണം. അത് എല്ലാ പ്രാവും കൂടെ ഒരുമിച്ചല്ലേ, ചിലപ്പോൾ ചവിട്ടി പൊട്ടി അങ്ങനെ കളയുകയും ചെയ്യണം. അപ്പം ഞാൻ പോയപ്പോൾ എനിക്ക് തന്നു. അങ്ങനെ ഇൻക്യുബേറ്ററിൽ വെച്ചിരുന്നതാണ്. അവർ രണ്ടുപേരും വിരിഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പോഴത്തേക്ക് നീഹക്കുട്ടനും ഉറങ്ങാനുള്ള സമയം കേട്ടോ. പിന്നെ ഞാൻ അവരെ ഇൻക്യുബേറ്ററിൽ നല്ല സേഫായിട്ട് വെച്ചിട്ട് എൻ്റെ കുഞ്ഞിപ്രാവിനെ ഉറക്കാനായിട്ട് പോയി കേട്ടോ. ഉറങ്ങി. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ബൈ ബൈ.